പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 22-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവേ? നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ,
ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചനം, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനാ ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചനം വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചില അമ്മമാർ, അപ്പോൾ ചില മക്കൾ പറയും എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിലെന്ന് പറയും. അവിടെ ചിലപ്പോഴേക്കും ചെറുക്കന് 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോകണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വിവേചനം വരെ ഇല്ലാത്തത് കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. 1 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും നമ്മൾ അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പോൾ ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ പഴുതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്ക് അതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പോൾ കപ്പാസിറ്റിയൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലക്ക് മനോരോഗികളാണ്, പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞല്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചെറിയ മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കുന്ന അയാളുടെ പുറത്ത് കയറിയെന്നാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire finger soak with the precious blood, Lord infuse his spirit, that with his power, devil's legions, Satan set us, may creation be expelled and thrown afar from you in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവനങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ട കയറുന്ന ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ട കയറുന്നത് ഞാൻ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോഴാണ് ഞാൻ മുട്ട ചെയ്യുന്നത്. എന്താ അറിയാമോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിവേചനമാണ് വരേണ്ടത്. വിവേചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.